നമ്മളൊരു വാഹനം ഓടിക്കുന്ന സമയത്തേക്ക് എപ്പോഴും അപകടങ്ങളുടെ ഒരു ചാൻസസ് ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാവരും ഡാഷ് ക്യാംസ് മേടിച്ച് വാഹനത്തിനകത്ത് വെക്കാറുണ്ട്. അപ്പം സാധാരണ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ഈ ഇപ്പോൾ ഇറങ്ങുന്ന മിക്ക കാറുകൾക്കും ഫ്രണ്ടിലും ഈ 360 ഡിഗ്രിക്ക് വേണ്ടി 4 ക്യാമറകൾ ബേസിക്കലി ഉണ്ട്. ഈ ക്യാമറകൾ എന്തുകൊണ്ട് അവർക്ക് ഒരു റെക്കോർഡിംഗ് ഫംഗ്ഷനിലേക്ക് കൊണ്ടുവന്നുകൂടാ എന്നൊക്കെ ഞാൻ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട്. അപ്പോൾ അതിനൊരു പരിഹാരമായിട്ട് ടാറ്റ വന്നിരിക്കുകയാണ്. ടാറ്റയുടെ ഏറ്റവും പുതിയ ക്യാമോ എഡിഷൻ വന്നിരിക്കുകയാണ്. ഈ എഡിഷൻ എന്തിനാണ് കൊണ്ടുവന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ 9 വർഷങ്ങൾക്ക് മുമ്പാണ് നെക്സോൺ എന്ന് പറഞ്ഞൊരു വാഹനം ഇന്ത്യയിലേക്ക് വരുന്നത്. ഈ ഒരു 9 വർഷങ്ങൾ കൊണ്ട് 11 ലക്ഷം കസ്റ്റമേഴ്സിനെ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സെലിബ്രേഷൻ്റെ ഒരു ആനിവേഴ്സറി ഒരു എഡിഷനായിട്ടാണ് ഈ വാഹനം ഇറക്കിയിരിക്കുന്നത്. ഈ ക്യാമോ എഡിഷനിലേക്ക് വരുമ്പോഴത്തേന് അതിനകത്ത് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫീച്ചറായിട്ട് മെയിനായിട്ട് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റെക്കോർഡിംഗ് ഫംഗ്ഷൻ തന്നെയാണ്. അതുകൂടാതെ തന്നെ 1-2 ചേഞ്ചസ് കൂടെ വന്നിട്ടുണ്ട്. നമുക്ക് നിലവിൽ 2 കളേഴ്സിലാണ് നമുക്ക് ക്യാമോ എഡിഷൻ വരുന്നത്. ഒന്നെന്ന് പറയുന്നത് മൂന്നാർ മിസ്റ്റ് എന്ന് പറഞ്ഞ ഈ ഒരു കളർ, നമ്മൾ ടാറ്റ സിയറയിൽ ഈ ഒരു കളർ കണ്ടതാണ്. ഇതുപോലെ കൂർഗ് ക്ലൗഡ് എന്ന് പറഞ്ഞ ഒരു കളർ, അതൊരു സിൽവർ കളറായിട്ടുള്ള ഒരു വാഹനമാണ്. അപ്പോൾ ആ ഒരു കളറും ഈ 2 കളേഴ്സിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്ക് നിലവിൽ സാധാരണ ഇങ്ങനത്തെ കാറുകൾ, ഇങ്ങനത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള കാറുകൾ വരുമ്പം ടോപ്പ് എൻഡ് ട്രിമ്മിലായിരിക്കും വരുന്നത്. പക്ഷേ അതൊന്നും അങ്ങനെയല്ല. 5 വേരിയൻസിൽ നമുക്ക് അവൈലബിൾ ആണ്. ക്രിയേറ്റീവ് എന്ന് പറഞ്ഞൊരു വേരിയൻറ്റിൽ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. അതുതൊട്ട് ഫിയർലെസ് വരെ വരുന്ന 5 കളേഴ്സിൽ. അതുപോലെ അതിൻ്റെ വിലയെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ 9,99,000 മുതൽ നമുക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ ഇരിക്കുന്ന ഫിയർലെസ്സിൻ്റെ ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്യാമോ എഡിഷനിലേക്ക് വന്നപ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു നോക്കാം. എസ്തെറ്റിക്കലിയാണ് മെയിനായിട്ട് ചേഞ്ച് വന്നത്. അപ്പോൾ 2 കളേഴ്സിന് പുറമേ തന്നെ ഈ വാഹനത്തിൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ ചില ബാഡ്ജിങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ വരുവാണെങ്കിൽ ക്യാമോ എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് നമുക്ക് ഈ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പുറമേ നോക്കിക്കഴിഞ്ഞാൽ വേറെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അകത്തേക്ക് വരുമ്പോഴാണ് കാണിക്കാനുള്ളത്. നമുക്ക് അകത്തേക്ക് ഒന്ന് പോയി നോക്കാം. ശ്രദ്ധേയമായിട്ടുള്ളൊരു മാറ്റം ഇന്റീരിയറിലേക്ക് വന്നപ്പോൾ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്ക്രീനാണ്. ഒരു ഫ്ലോട്ടിംഗ് ഐലൻഡ് സ്ക്രീൻ ഇവിടെ വന്നിട്ടുണ്ട്. ആക്ച്വലി നേരത്തെ സ്ക്രീൻ ഉണ്ടായിരുന്നെങ്കിലും അത് ഒരു ചെറിയൊരു റൗണ്ടഡ് ആയിട്ടുള്ള ഒരു സ്ക്രീനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല, കുറച്ചുകൂടെ വലിയ സ്ക്രീൻ 12.3 ഇഞ്ചസിൻ്റെ വലിയ സ്ക്രീൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ലുക്കും ഭംഗിയൊക്കെ കാറിനകത്ത് കൂടിയിട്ടുണ്ട്. അതേപോലെ ക്രിയേറ്റീവ് മുതൽ 10.25 ഇഞ്ചിൻ്റെ സ്ക്രീൻ വന്നിട്ടുണ്ട്. അത് ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആണ് കേട്ടോ. നേരത്തെ ഒരു 5 ഇഞ്ചിൻ്റെ ഒരു ചെറിയ സ്ക്രീനായിരുന്നു വാഹനത്തിനകത്ത് ഉണ്ടായിരുന്നത്. അത് മാറി നമുക്ക് ഇത്രയും വലിയ സ്ക്രീൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫംഗ്ഷനാലിറ്റിയും കുറച്ചുകൂടെ, അതായത് സ്ക്രീൻ ഏരിയ കൂടുന്നതുകൊണ്ട് കൂടുതൽ ഫംഗ്ഷൻസ് അതിനകത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ഈ ക്യാമോ എഡിഷനിലേക്ക് വന്നപ്പോൾ മറ്റൊരു മാറ്റം എന്ന് പറയുന്നത് ഇവിടെ ഉണ്ട്. ഈ സീറ്റിൻ്റെ ഇവിടെ ഒന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ക്യാമോ എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് ഇവിടെ വന്നിട്ടുണ്ട്. ഇത് അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ലെതററ്റ് സീറ്റ്സ് ആണ്. ബെനക്ക കലിക്കയുടെ സീറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. ടോപ്പ് എൻഡ് വേരിയന്റിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ലെതററ്റ് കിട്ടുന്നത്. ക്രിയേറ്റീവിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫാബ്രിക് ആയിട്ടുള്ള സീറ്റുകളാണ്. പക്ഷേ അതിനകത്തും ക്യാമോ എന്നുള്ള റൈറ്റിംഗ് അവിടെ ഉണ്ടാവും എന്നുള്ളതാണ്. ഫ്രണ്ടിലെയും ബാക്കിലെയും സീറ്റുകളൊക്കെ ഭയങ്കര കംഫർട്ടബിളാണ്. പ്രത്യേകിച്ച് ആ ഒരു ഗ്രേ കളറുള്ള ആ ബെനക്ക കലിക്കയുടെ ആ ലെതററ്റ് സീറ്റുകൾ കാണാൻ തന്നെ വളരെ ഭംഗിയാണെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ക്രീനിലേക്ക് വരുമ്പോൾ പുതിയതായിട്ടൊരു മെനുവും കൂടെ, ഒരു ഏരിയയും കൂടെ ആഡ് ആയിട്ടുണ്ട്. ഇതുണ്ടോ, ക്യാമറ റെക്കോർഡർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ക്യാമറ റെക്കോർഡർ നമ്മൾ എടുക്കുന്ന സമയത്തേക്ക് ഇത് കണ്ടോ, 4 ക്യാമറകൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഇത് കണ്ടോ, ഫ്രണ്ട്, റിയർ, ലെഫ്റ്റ്, റൈറ്റ്, ഇങ്ങനെ നമ്മുടെ വാഹനത്തിനകത്തുള്ള 4 ക്യാമറാസും നമുക്കിവിടെ ഡിസ്പ്ലേയിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ കറൻ്റ്ലി റെക്കോർഡിംഗ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് റെക്കോർഡിംഗ് എന്ന് പറഞ്ഞ ബട്ടൺ നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. ഇത് നമുക്ക് ഇപ്പം നമുക്ക് മാനുവലി നമുക്ക് റെക്കോർഡ് ചെയ്യാം, അല്ലാതെ നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റും. മാനുവലി റെക്കോർഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂസ്ലി എപ്പോഴും വണ്ടി ഓടുന്ന സമയത്തും പാർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ അത് റെക്കോർഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇനിയിപ്പോൾ നമ്മൾ അത് ഓഫ് ചെയ്യാനുള്ള സംവിധാനമുണ്ട് എപ്പോഴും റെക്കോർഡിംഗ് വേണ്ടെന്നുണ്ടെങ്കിൽ. പക്ഷേ അങ്ങനെ വരുമ്പോഴും ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്തെങ്കിലും അപകടമൊക്കെ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അന്നേരം പോയി ഓണാക്കിയാലൊന്നും കിട്ടത്തില്ല. പക്ഷേ ഈ വാഹനത്തിനകത്ത് തന്നെ ഒരു സേഫ്റ്റി ഫീച്ചറായിട്ട് നമുക്ക് ഒരു ഇവൻറ്റ് റെക്കോർഡിംഗ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. ഇവൻറ്റ് റെക്കോർഡിങ്ങിലേക്ക് വരുമ്പം വാഹനം ഇപ്പം റെക്കോർഡിംഗ് ഇപ്പോൾ ഓണല്ല, പക്ഷേ ആ സമയത്ത് നമ്മുടെ വാഹനത്തിൽ വന്ന് വേറെ വണ്ടികൾ ഇടിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ വാഹനം ആരെങ്കിലും കവർ ചെയ്യാൻ വേണ്ടി ഡോറിലേക്കൊക്കെ പിടിച്ച് വലിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ലൈവായിട്ട് ഇതിനകത്ത് ഇൻറ്റേർണലി ഒരു റെക്കോർഡിംഗ് ഉണ്ട്. അതായത് അത് സൂക്ഷിക്കുന്നില്ലെന്നേ ഉള്ളൂ, പക്ഷേ റെക്കോർഡിംഗ് ഉണ്ട്. ആ റെക്കോർഡിംഗ് വെച്ചുകൊണ്ട് ബാക്കിലോട്ട് 2 മിനിറ്റും മുമ്പോട്ട് 3 മിനിറ്റും അങ്ങനെ റെക്കോർഡ് ചെയ്ത 5 മിനിറ്റിൻ്റെ ക്ലിപ്പുകൾ നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ അത് വേറൊരു ഫോൾഡറിനകത്തായിട്ട് വന്ന് കിടക്കുന്നത്. ഇവിടെ ഒരു ഫോൾഡറിൻ്റെ ബട്ടൺ ഉണ്ട്. അതിൽ തന്നെ ലോക്കൽ സ്റ്റോറേജ്, ലോക്കൽ എന്ന് പറഞ്ഞാൽ വാഹനത്തിനകത്തുള്ള സ്റ്റോറേജ് ഉണ്ട്. ഇവൻറ്റ് റെക്കോർഡിംഗ് എന്ന് പറഞ്ഞിട്ട്, അതായത് നേരത്തെ ഉണ്ടായിരുന്ന റെക്കോർഡിങ്സ് അതിന് 1 GB ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്പേസ് അവർ കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. ഇത് കൂടാതെ തന്നെ നമുക്ക് ഈ റെക്കോർഡിങ്സ് മാഞ്ഞു പോകാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റെക്കോർഡിങ്സ് എടുത്തതിന് ശേഷം ഇവിടെ ഫേവറേറ്റ് എന്ന് പറയുന്ന ബട്ടൺ നമ്മൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ റെക്കോർഡിങ്സ് ഒരിക്കലും, സാധാരണ നമുക്കറിയാമല്ലോ CCTV ക്യാമറ അല്ലെങ്കിൽ ഈ ഡാഷ് ക്യാംസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലൂപ്പ് റെക്കോർഡിംഗ് ആയിരിക്കും. അതായത് മെമ്മറി തീരാറാകുമ്പോൾ ആദ്യത്തെ ഫയലുകൾ ഡിലീറ്റ് ചെയ്യായിരിക്കും. അപ്പോൾ അത് ഡിലീറ്റ് ചെയ്യാതെ നമുക്ക് സൂക്ഷിക്കാണ്ട് നമുക്ക് പറ്റും. അതേപോലെ തന്നെ നമുക്ക് USB 256 ഒരു USB ഇപ്പോൾ ഇതിനകത്ത് കിടക്കുന്ന പറഞ്ഞാൽ 64 GB
GB ഒരു പെൻഡ്രൈവ് ആണ് കുത്തിയിരിക്കുന്നത്. ഈ ഒരു വശത്താണ് പെൻഡ്രൈവ് കുത്തിയിരിക്കുന്നത്. നമ്മളെല്ലാ വാഹനങ്ങളകത്തുന്നുണ്ട്. ഡയറക്റ്റ് ആക്സസ് ആണ്. ഇത് കുത്തിക്കഴിഞ്ഞാൽ തന്നെ റെക്കോർഡിംഗ് അവിടെ സേവ് ചെയ്യുന്നുള്ളതാണ്. അതുപോലെ കണ്ടിന്യൂസ് റെക്കോർഡിങ്ങിൻ്റെ ഫയലുകളും ഇതിനകത്ത് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ സാധാരണ ഡാഷ് ക്യാമുകളിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൊബൈലിലേക്ക് അത് കൊണ്ടുവന്നതിന് ശേഷമായിരിക്കും കാണാൻ പറ്റുന്നത്. പക്ഷേ ഇത് വണ്ടിക്കകത്തെ ഈ ഒരു സ്ക്രീനിൽ തന്നെ ഇത് കാണാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ അതുകൂടാതെ തന്നെ നമുക്ക് ഫോണിലേക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഫോൺ QR എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. നമ്മുടെ ഫോണിൽ നമ്മൾ ആ QR സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആപ്ലിക്കേഷനിലേക്ക് ഈ ഡാറ്റ വരുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അതോടൊപ്പം തന്നെ ഈ 10.25 ഇഞ്ച് സ്ക്രീനിലേക്ക് വന്നപ്പോൾ ഉള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ഉള്ള നാവിഗേഷൻ, ഈ സ്ക്രീനിലാണ് നാവിഗേഷൻ ഉണ്ടായിരുന്നത്. ആ നാവിഗേഷൻ ഇതിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ മിറർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് റോഡിലേക്ക് ഈ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കാതെ നമുക്ക് ആ ഒരു നമ്മുടെ ഒരു വിഷനിൽ തന്നെ ആ ഒരു മാപ്പും കാര്യങ്ങളൊക്കെ വരും എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ക്യാമോ എഡിഷനെ കുറിച്ച് പറയാനുള്ളത്. പ്രധാനമായിട്ടും നമുക്ക് ഇതിന് 3 എഞ്ചിൻ ഓപ്ഷൻസിനാണ് അവൈലബിൾ ആയിട്ട് കിട്ടുന്നത്. പെട്രോൾ, ഡീസൽ, അതുപോലെ CNG. അതുപോലെ നമുക്ക് CNGയിലേക്ക് വരുന്ന സമയത്തേക്ക് മാനുവൽ ട്രാൻസ്മിഷൻ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. പെട്രോളും ഡീസലിലേക്ക് വരുമ്പോഴത്തേന് AMDയും DC ട്രാൻസ്മിഷൻസും വരുന്നുണ്ട്. അപ്പം ഇതിൻ്റെ വില സ്റ്റാർട്ട് ചെയ്യുന്നത് 9.99 lakhs മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇതൊരു നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അപ്പം നിയറസ്റ്റ് ആയിട്ടുള്ള ഷോറൂംസിൽ എത്രയും പെട്ടെന്ന് ഈ വാഹനം വരുന്നതായിരിക്കും. അപ്പം നിലവിൽ ഈ വാഹനത്തിൻ്റെ ഈ ഫീച്ചേഴ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് താഴെ ഒരു കമൻറ്റ് വേണം എഴുതുക. പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുപിട്ടാം. സോ ദിസ് ഈസ് റോബിൻ സൈനിങ് ഫ്രം റോമേഷോ.